അപ്പോൾ അതുകൊണ്ട് അതെ ഓക്കെ. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതാണ് RND. വണ്ടി ഇപ്പൊ പാർക്കിലായ കാരണം നമ്മൾ പാർക്കിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ബട്ടൺ വരണത്. അതെവിടെയാ? ഇത് ഇങ്ങനെ അമർത്തിയാൽ മതി. അപ്പോൾ പാർക്കിങ്. ഇതിൽ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് ചവിട്ടാം. ആദ്യം ബ്രേക്ക് ചവിട്ടാണ്ട് മാറില്ല, കാരണം ഇങ്ങനെ നിൽക്കി കഴിഞ്ഞാലൊന്നും മാറില്ല. അപ്പുറത്തിരിക്കുന്നൊരു ചിലപ്പോൾ വല്ല കുട്ടികളൊക്കെ ഇരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ മാറ്റി കഴിഞ്ഞാലൊന്നും മാറില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റുമ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ലോക്ക് ബട്ടണാണ്. ആ ബട്ടൺ ഞെക്കിയിട്ട് വേണം മാറ്റാനായിട്ട്. ഇപ്പോഴും ഞാൻ ബ്രേക്ക് ചവിട്ടാത്ത കാരണമാണ് മാറാത്തത്. ഞാൻ ബ്രേക്ക് ചവിട്ടി, ക്ലച്ച് ഇല്ല. ഇലക്ട്രിക് വണ്ടി കാരണം നമുക്ക് ആക്സിലറേറ്ററും ബ്രേക്കും മാത്രമാണ് നമുക്ക്. ഇതിൽ ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിത് മാറ്റുന്നത്. ഇപ്പൊ ഡിയിലേക്കായി. ഡ്രൈവ്. അപ്പൊ ഞാൻ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് ആവും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് ഇതിൽ എങ്ങനെ നമ്മള് ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചല്ലേ വേഗത ഉണ്ടാവുള്ളൂ? അതെ. അപ്പൊ ആക്സിലേറ്റർ കുറച്ച് പതുക്കെ കൊടുത്താൽ അങ്ങനെ അതിനനുസരിച്ചിട്ടുള്ള മൂവിങ്. പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ബ്രേക്കിൽ അമർത്തണം. ബ്രേക്കിൽ അമർത്തിയിട്ട് വണ്ടി പെട്ടെന്ന് നിർത്തണമെങ്കിൽ അല്ല, ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. ശരി. പിന്നെ ഈ ന്യൂട്രൽ, പിന്നെ റിവേഴ്സ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഹാൻഡ് ബ്രേക്ക് ഇടാണ് വണ്ടി നിർത്തിയിട്ട്. അപ്പോൾ പാർക്ക് നിൽക്കി കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആവും. അത് ഓടിക്കുമ്പോഴേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതാണ് നമുക്ക് ഹാൻഡ് ബ്രേക്ക്, ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക്. നമ്മൾ ഇങ്ങനെ പിടിച്ച് വലിക്കണത് നമ്മൾ ഇങ്ങനെ വലിച്ചാൽ മതി വിരലുകൊണ്ട്. ഒരു കൈ കൊണ്ട് ഫുള്ള് ചെയ്യണത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കൊരു ഫിംഗർ കൊണ്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടോ ഹോൾഡ്. ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമുക്ക് ഈ കാല് റെസ്റ്റ് ആണ് ശരിക്കും. ക്ലച്ചിന്റെ ഒരു ഉപയോഗം ഇല്ലാത്ത കാരണം ഈ കാലിന്റെ ആവശ്യമില്ല. ഈ കാല് മാത്രമാണ് നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുക. മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോ നമ്മളിതിപ്പോ പോയിക്കൊണ്ടിരിക്കുക, ആക്സിലേറ്റർ ചവിട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ പോയിക്കൊണ്ടിരിക്കണ നേരത്ത് വണ്ടി സിഗ്നലായി. നമ്മളിപ്പോ ബ്രേക്ക് ചവിട്ടാണ്. ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഇത് 0 കിലോമീറ്റർ ആയി. വണ്ടി 0 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് നോർമലി നമ്മൾ മാനുവലിൽ വണ്ടിക്കാണെങ്കിൽ നമ്മൾ ന്യൂട്രൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ക്ലച്ച് താങ്ങി നിൽക്കണം, ഇങ്ങനെ ബ്രേക്ക് ചവിട്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ഈ ബ്രേക്കും ഇതിപ്പോൾ ബ്രേക്കുമ്പോൾ ചവിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതിൻ്റെ ആവശ്യമില്ല. ബ്രേക്കുമ്പോൾ കാലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി അവിടെ ഹോൾഡായിട്ട് നിൽക്കും. പിന്നെ സാറ് ഇവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. സാർ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നെ വണ്ടി മൂവ് ആവുള്ളൂ. അതിനെയാണ് ഓട്ടോ ഹോൾഡ് എന്ന് പറയുന്നത്. അത് ഞാനിപ്പോൾ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ സാറ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇത് പുഷ് ബട്ടൺ, ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഇൻഡിക്കേറ്റർ ഇപ്പോൾ കാണിക്കാമോ? ഓക്കെ, ഇൻഡിക്കേറ്റർ കാണിക്കാമോ? ഇൻഡിക്കേറ്റർ സാധാരണ നമ്മളിതിൽ അങ്ങനെയേ ഉള്ളൂ, അല്ലാതെ പുതിയ രീതികളൊന്നും ഇല്ല. പുതിയ രീതികൾ എന്ന് പറഞ്ഞാൽ സ്വിച്ചസ് ഇട്ടാൽ മാത്രം മതിയില്ലേ? ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഇട്ടാൽ മതി. റൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൈറ്റ് അങ്ങനെ. ശരി. അതേപോലെ തന്നെ നമുക്ക് പിന്നെ എയർ കണ്ടീഷണർ ഓൺ ചെയ്യുന്നത് AC എന്നുള്ള സ്വിച്ച് അമർത്തണം, അത്ര തന്നെ അല്ലേ?